ബിഗ് ബോസ് മലയാളം സീസൺ 7 50 ദിവസം പിന്നിടുമ്പോൾ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മത്സരാർത്ഥിയിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു മത്സരാർത്ഥി സീരിയൽ താരം അനുമോളാണ്. ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റ് നൽകിയുള്ള മത്സരാർത്ഥിയും അനുമോൾ തന്നെയാണ്. അനുവിന് ശക്തമായ പി ആർ വർക്കുണ്ടെന്ന് ബി വി പ്രേക്ഷകർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ അനുവിൻ്റെ പി ആറിൻ്റെ എന്ന രീതിയിൽ പുതിയ രീതിയിൽ ഒരു ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഇത്തവണ നോമിനേഷനിൽ വന്നുള്ള ആര്യനെ പുറത്താക്കണം എന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ള ഓഡിയോ. ഈ വോയിസ് പുറത്തു വന്നതിന് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ സായി കൃഷ്ണന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ്. ഈ ആഴ്ച നോമിനേഷനിൽ വന്ന മത്സരാർത്ഥിയിൽ വിധി അനുവിനോ വോട്ട് ചെയ്യുന്ന ബാങ്കിൽ ആശ്രയിച്ചായിരിക്കുമെന്ന് സായി കൃഷ്ണ പറയുന്നു. സായി കൃഷ്ണന്റെ വാക്കുകൾ തുറന്ന് വായിക്കാം. പലരും നോമിനേഷൻ പേരുകൾ പറയുന്നത് പേഴ്സണൽ ഇഷ്യൂ മനസ്സിൽ വെച്ചാണെന്ന് പ്രകടമാണ്. ആരും ചിന്തിച്ചിട്ടില്ല നോമിനേഷൻ ചെയ്യുന്നത്. വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാരൊന്നും ആരും ശ്രമിക്കുന്നില്ല. നോമിനേഷൻ തന്നെ അത് വ്യക്തമാണ്. ഗെയിം എന്ന രീതിയിൽ നോമിനേഷൻ ചെയ്ത് വളരെ കുറച്ച് മത്സരാർത്ഥികൾ മാത്രം. അക്ബർ, ആര്യൻ, ജിസേൽ, സാബുമാൻ, ആദില, ലക്ഷ്മി, ബിന്നി, ജിഷിൻ, ഷാനവാസ്, അനീഷ് എന്നിവരാണ് നോമിനേഷനിൽ ഇത്തവണ വന്നിട്ടുള്ളത്. ഷാനവാസും അനീഷും ഒരുമിച്ച് നോമിനേഷൻ വന്നതുകൊണ്ട് വോട്ട് ബാങ്കിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആകും. വോട്ട് ബാങ്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ആദിലയാണ്. ചിലപ്പോഴൊക്കെ മനഃപൂർവ്വം നെഗറ്റീവായി നൂറെ സംരക്ഷിക്കാൻ ആദില കളിക്കുന്നതായി തോന്നിയിട്ടുമുണ്ട്. അനുമോളുടെ വോട്ട് ആദിലയ്ക്ക് ലഭിക്കില്ല. അതിനൊരു കാരണമുണ്ട്. അക്ബറിന്റെ വോട്ട് മാത്രമേ കിട്ടൂ. ഈ ആഴ്ച ഡേഞ്ചർ സോണിലുള്ള ഒരാൾ അഭിലാഷാണ്. സാബുമാൻ ഡേഞ്ചർ സോണിലല്ല. സാബുമാൻ സ്വന്തം കണ്ടിലൂടെ വോട്ട് നേടി ഹൗസിൽ തുടരുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുമില്ല. സാബുമാൻ രക്ഷപ്പെടുന്നത് സ്ട്രോങ് കണ്ടന്റിന് പുറത്തു പോകാനായി. ഹെവി പി ആർ ഉള്ള മത്സരാർത്ഥി ആളുകൾ വീക്കായ സാബുമാനെ വീട്ടിൽ നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് പുറത്ത് ബിഗ് ബോസ്. അനുമോ സ്ട്രോങ് പി ആർ ഉണ്ട്, വോട്ട് ബാങ്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സാബുവിനെയും ലക്ഷ്മിക്കും വോട്ട് കുത്തും. അപ്പോൾ ബിന്നിയും അഭിലാഷ് തുടങ്ങിയവരുടെ നിലനിൽപ്പ് പരുങ്ങലാവുകയും ചെയ്യും. ജിഷിനും പി ആർ ഒന്നുമില്ല. ഭാര്യ മാത്രമാണ് ജിഷിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അനുമോളുടെ വോട്ട് ബാങ്കിന് ഇത്തരം മത്സരാർത്ഥികളെ വിധി നിർണ്ണയിക്കുക എന്ന് സായി കൃഷ്ണ പറയുന്നു. അൺഒഫീഷ്യലായി പോൾ നോക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള മത്സരാർത്ഥി ആരാണോ അവരെ ഒക്കെ വോട്ട് ചെയ്യുക. ഓരോ ദിവസവും ഓരോരുത്തർക്ക് മാറ്റി മാറ്റി കൊടുത്താലും കുഴപ്പമില്ല. ഉദ്ദേശിക്കുന്നത് ഇത് മാത്രം. ആരെയും ലാസ്റ്റ് വരണം. സ്ട്രോങ് ആയി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അനുമോൾ എവിഷൻ ഇല്ലെങ്കിൽ ആരാണോ അനുമോളുടെ വഴി തടസ്സമായി നിൽക്കുന്നത് അവർക്കൊക്കെ പോകണം. അതല്ലേ ഗെയിം. സ്ട്രോങ് ആയി നിൽക്കുന്ന മത്സരാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല.